ഹലോ, വെൽക്കം ബാക്ക്. സുഹൈൽ പട്ടാമ്പിയാണ്. കാശ്മീരിലെ ശ്രീനഗറിലാണുള്ളത്. ഇപ്പോൾ ഞാൻ വന്നത്. പലരും ഇന്നലെയൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, അല്ല എങ്ങനെയാണ് അവിടെ ഐസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പിന്നെ മഞ്ഞ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നിട്ട് ചിന്തിക്കുമ്പോൾ എത്രയായാലും നമ്മൾ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു കോട എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഒരു ഫോഗിൻ്റെ പോലെ, പുകയുടെ പോലെ, അതാണ് മഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ചിലർ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് സംഭവം ഉണ്ടാവും. ഏതായിരുന്നാലും ഞാനിപ്പോൾ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരികയാണ്. ഞാൻ ഇവിടെ വന്നൊരു സ്കൂളിൻ്റെ പിൻവശമാണിത്. പിൻവശം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ നിർത്തിയിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ നോക്കൂ, ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഡിസൈൻഡായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഇത്രയും ഹൈറ്റിലാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഇങ്ങനെ കാണുന്നില്ലേ, ഇത്രയും ഹൈറ്റിൽ ഐസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഐസിൻ്റെ രൂപം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന പോലത്തെ ആ സാധനമല്ല ഉണ്ടാവുക, ഒരു പഞ്ഞിയുടെ പോലെയാണ് ഇതങ്ങനെ. ഇതിപ്പോൾ ഒരു ഐസിൻ്റെ, അയ്യോ നല്ല തണുപ്പുണ്ട്, പിന്നെ ഐസിൻ്റെ ഒരു ഇതാണ് ഇതിങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം എന്നാലും നമ്മുടെ മുകളിലൊക്കെ ഐസ് ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഇവിടുത്തെ സ്കൂളിൻ്റെ ബസ്സാണ്. ആ സ്കൂളിൻ്റെ ബസ്സുമുള്ള ഐസാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത്രയും കട്ടിയിൽ വന്നിട്ട് ഇങ്ങനെ രാവിലെ എന്നല്ല രാത്രിയൊക്കെ ആകുമ്പോഴൊക്കെ അത് പ്രശ്നം ഉണ്ടാവും. റോഡിലൊക്കെ ഇങ്ങനെ ഇത്രയും നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും റോഡിലൊക്കെ. അപ്പോൾ ഈ റോഡിലൊക്കെ അത് വണ്ടി പോകുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൽ വെളുത്തൂരിൽ നിന്ന് വന്നിരുന്നു. അവരിപ്പോൾ രാവിലെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ജമ്മുതാവിയിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് റോഡ് ബ്ലോക്കാണെന്ന് പറഞ്ഞു. എന്താ സംഭവം വെച്ചാൽ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്മു കാശ്മീരിൽ നിന്നും കാശ്മീരിലെ ശ്രീനഗറിലേക്ക് വരുന്ന ഹൈവേ ഉണ്ട്, അത് ബ്ലോക്കായി ഉണ്ടാവും. എന്താ കാരണം, ഇത്രയും ഹൈറ്റിൽ ഇതിങ്ങനെ വരുമ്പോൾ വണ്ടികൾക്ക് പോകാൻ കഴിയില്ല. കാരണം ആ റോഡും ഇതും കൂടെ കൊണ്ട് വരുമ്പോൾ വണ്ടികൾ പോകുമ്പോൾ ശരിക്കും വണ്ടികൾ സ്കിഡാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ പോയ വണ്ടി കൊണ്ട് ഞങ്ങൾ ആകെ പ്രശ്നമായി. വണ്ടി കാരണം ഇങ്ങനെ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ തിരിഞ്ഞു പോകും. ഫ്രണ്ടിലേക്ക് പോകുകയാണെങ്കിൽ വണ്ടി തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ഈ വണ്ടി ബാക്കിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെയുള്ള ആക്സിഡൻറ്റ് വലിയ സാധ്യതകളുണ്ട്. പക്ഷേ ഇതിൽ പറയാതിരിക്കാൻ വയ്യ, ഇന്നലെ ഞങ്ങൾ അങ്ങനെ കുടുങ്ങിയപ്പോഴൊക്കെ ഈ കാശ്മീരികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശ്രീനഗറിലുള്ള മെയിനായിട്ടുള്ള ബേസിക് കാശ്മീരികൾ ഉണ്ടാവില്ലേ, അവർ ഞങ്ങളുടെ കൂടെ വരികയും അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം ഞങ്ങളെന്നല്ല എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇത് നിങ്ങൾക്കൊക്കെ കാണുമ്പോഴേ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാശ്മീർ വിസിറ്റ് വേണം. പക്ഷേ ഈ ഒരു സമയം ഇപ്പം ഇന്നലെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ വർഷം മഞ്ഞ് വീഴ്ച ഉണ്ടായ ദിവസമാണ് ഇന്നലെ എന്നുള്ളത്. ഇനി അതല്ലെങ്കിലും ഏത് സമയത്തും ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര സംഭവമാണ്. അപ്പോൾ കാശ്മീരിലേക്ക് വരിക എന്നുള്ളത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമുക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര വലിയൊരു സാമ്പത്തികമൊന്നും ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒക്കെ നമുക്കതിന് ഐഡിയകൾ തരാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. വണ്ടിയുടെ ആളാ തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഖാനേക്കോ സബ് കുച്ച് ബന ദിയാ, ഹം ലോഗ് അഭി വീഡിയോ കണ്ടേ. ഇവിടുത്തെ ഒരു ആളാണ്. പിന്നെ അദ്ദേഹം വന്നിട്ട് നിങ്ങൾ വഴി ഉണ്ടാക്കിയെന്നാണ് ചോദിച്ചത്. നമ്മൾ നടന്നിട്ട്, കാരണം ഇത് കാണുമ്പോൾ ഒരു മടി നമുക്ക് കൂടാൻ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആളുകളൊക്കെ ആയിട്ട് വന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് അനുഭവിക്കുകയാണെങ്കിൽ വലിയ ചാൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരണമെങ്കിൽ വലിയൊരു പ്രയാസമില്ല. കാശ്മീരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമില്ല. ഒന്ന് നമ്മുടെ ടൈമൊക്കെ ഒന്ന് ഷെഡ്യൂൾ ഡിസൈൻ ചെയ്താൽ അതിനൊക്കെ എത്ര ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ വന്നപ്പോൾ എന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ ഈ എസ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ആളുകൾ, അതിൻ്റെ പ്രോഗ്രാംസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു അഷ്കർ സാറുണ്ട്, പിന്നെ കുറേ ആളുകളുണ്ട് കേട്ടോ, അനസ് സാറ്, പിന്നെ ദിലാജ് സാർ, ഇങ്ങനെ കുറേ ആളുകളുണ്ട്, പേര് ഓർമ്മയില്ല. ഇവരൊക്കെയാണ് നമ്മളെ ഇതിന് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഏതായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയതും പിന്നെ വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഐസ് വെച്ചിട്ടുണ്ടാകും. നമ്മൾ വന്നാലും വണ്ടി നിർത്തിയിട്ടാലും അതൊക്കെ കവർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടുത്തെ സൈഡിലൊരു പാർക്കാണ്, ഇവിടുത്തെ കുട്ടികളുടെ പാർക്കാണ്. ഈ പാർക്കൊക്കെ ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ഐസ്. സിയാദ് കമോൺ, അവനക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ്, ഇങ്ങനെ ഐസിൽ വരുന്നതൊക്കെ ഭയങ്കര പേടിയാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ മനസ്സിലായില്ല. ഇതൊക്കെ അതിൻ്റെ ഐസിൻ്റെ കട്ടയാണ്. അതെന്തോ ഒരു ഓക്കെ. പിന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്ക് ഇങ്ങനെ തിരിച്ചാൽ എന്താവുന്നറിയില്ല. കുഴപ്പമൊന്നുമില്ല റൈറ്റ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് ഒക്കെ കാണാൻ ആഗ്രഹമില്ലേ? കാണണം. നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ച പല അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങൾ നമ്മൾ അവസരങ്ങൾ കിട്ടിയ കാണുകയും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. വൈകുന്നേരങ്ങളിലാണ് കൂടുതലും മഞ്ഞ് പെയ്ത്ത് ഉണ്ടാവാറുള്ളത്. മഞ്ഞ് പെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ രാത്രി വൈകുന്നേരം പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ശരിക്കും മഴ പെയ്യുന്ന പോലെ തന്നെ ഈ സാധനങ്ങൾ ഇങ്ങനെ വീഴും. അതിങ്ങനെ വീഴണു, അത് മഞ്ഞ്. അതാണ്
സംഭവം. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു.